ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മളിന്ന് പഠിക്കാൻ പോണ ടോപ്പിക്ക് ലേണിംഗ് ഇൻ ഗ്രൂപ്പ്സ് എന്നുള്ളതാണ്. അവിടെ 5th യൂണിറ്റിൽ വരുന്നതാണ്. സൈക്കോളജി സെക്കൻഡ് സെമ്മിലെ 5th യൂണിറ്റിൽ വരുന്നതാണ് ലേണിംഗ് ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കേട്ടിട്ടും ഗ്രൂപ്പിൽ ഇരുന്നിട്ടും ഒക്കെ പരിചയമുള്ള കാര്യമാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്കൊരു പുതിയൊരു സംഗതിയല്ല ഗ്രൂപ്പ്. അപ്പം ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം ചെയ്യാം, കോമൺ ആയിട്ടുള്ളൊരു കാര്യം, അതായത് കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ടിലധികം ആൾക്കാർ, രണ്ടിലധികം ആൾക്കാർ, കുറച്ച് പേര് കൂടി ഇരുന്നിട്ട് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും അവർക്ക്. കോമൺ ഗോൾ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ, ഒരേ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പറയല്ലോ, നമ്മൾ ഒരേ വൈബാണെന്നൊക്കെ പറയില്ലേ, കുറച്ച് പേര് കൂടി നിന്ന ഒരു ഗ്രൂപ്പൊക്കെ ആയോ, അതന്നെ സംഗതി. അപ്പോൾ അതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ ആൾക്കാർ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ തരത്തിൽ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ക്ലബ്ബ്, ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ്, നമ്മളൊരു അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പാക്കിയ അത്, പിന്നെ ഒരു ക്രിക്കറ്റ് ടീം, ഫുട്ബോൾ ടീം എന്നൊക്കെ പറയണം, അതൊക്കെ ഒരു ഗ്രൂപ്പാണ്. ഇനി ഈ ഗ്രൂപ്പുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. രണ്ടോ അതിലധികമോ ആൾക്കാരുണ്ടായിരിക്കും, പിന്നെ അതേമാതിരി അവർക്കൊരു കോമൺ ഗോൾ ഉണ്ടായിരിക്കും, അവർക്ക് അറ്റൈൻ ചെയ്യാനായിട്ടൊരു കോമൺ ഗോൾ ഉണ്ടായിരിക്കും. പിന്നെ കോമൺ കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് ടീം എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ടായിരിക്കും. രാവിലെ വരണം, ഇത്ര മണിക്ക് വരണം, പ്രാക്ടീസിന് വരണം, ഇത് ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യണം, ഈ മാച്ച് ഇന്ന ദിവസം കളിക്കാണ്, ജയിക്കണം, അതിനൊരു സ്ട്രാറ്റജി, അങ്ങനെ കോമൺ കോഡ് ഓഫ് ബിഹേവിയർ. ഇപ്പോൾ ഒരു അഡോളസൻ ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്കൊരു കോഡ് ഓഫ് ബിഹേവിയർ ഉണ്ടായിരിക്കും, ഒരു കോമൺ ഐഡൻറ്റിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ ക്രിക്കറ്റ് ടീമിന് അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. നമ്മുടെ സാധാരണ ക്ലാസ് റൂമിലുള്ളൊരു ഗ്രൂപ്പിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതന്നെ ഓരോ അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി, അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഒരു കോമൺ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും, ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ടായിരിക്കും, ഫെല്ലോ ബീയിങ് ഉണ്ടായിരിക്കും, ഒരു കളക്റ്റീവ് ഫീലിംഗ്, അതായത് മൊത്തത്തിൽ ഗ്രൂപ്പിൽ എല്ലാവരും ഞാൻ എന്ന് വിചാരിക്കുന്നത് നമ്മൾ എന്ന് വിചാരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും, ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും ആ ഗ്രൂപ്പിന്. പിന്നെ അതേമാതിരി അതിൻ്റേതായിട്ടുള്ള ഓരോ ഗ്രൂപ്പിനനുസരിച്ചും അതിൻ്റേതായിട്ടുള്ള നോംസും ഓർഡേഴ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഓരോ ഗ്രൂപ്പിനും. ഇപ്പോൾ നമ്മളെ സാധാരണ ഒരു അസൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ്, അതേമാതിരി ഇപ്പോൾ സയൻസ് ഫെയറിന് പോകുന്ന ഒരു ഗ്രൂപ്പ്, അവർക്കൊരു സെർട്ടൻ നോംസ് ആയിരിക്കും. പിന്നെ തിരുവാതിരക്കളി കളിക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കൊരു സെർട്ടൻ നോംസ് ആയിരിക്കും. ക്രിക്കറ്റ് ടീമിനാണെങ്കിൽ ഒരു സെർട്ടൻ നോംസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി ടൈപ്സ് ആണ് പറയണത്. കുറച്ച് ടൈപ്പുകൾ പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് പ്രൈമറി ഗ്രൂപ്പാണ്. പ്രൈമറി ഗ്രൂപ്പ് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി, പിയർ ഗ്രൂപ്പൊക്കെ, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ളത്, അതിനൊക്കെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെന്നെ നമ്മളെന്നെ അവരെന്നൊക്കെ തോന്നുന്ന ഒരു തരം ഗ്രൂപ്പ് ഉണ്ടാവില്ല, അതന്നെ. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കാഷ്വലായിട്ട്, കുറച്ചും കൂടെ ഫോർമലായി, ഫാമിലിയിൽ നിന്ന് കുറച്ചും കൂടെ വിട്ടു, നമ്മളൊരു യൂണിയനിൽ ചേരുക, സോഷ്യൽ ഓർഗനൈസേഷനിൽ ചേരുക, അതൊക്കെയാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അടുത്ത് വരുന്നത് ടേർഷ്യറി ഗ്രൂപ്പാണ്. ടേർഷ്യറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓഡിയൻസ്, അവർക്കൊരു കോമൺ ഗോളാണ് സിനിമ കാണണം. അപ്പോൾ സിനിമ ഇരുന്ന് കാണുക, ഒരു പ്രത്യേക ഇതുണ്ടായിരിക്കുമല്ലോ. സിനിമ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ പോപ്കോൺ കഴിക്കുമായിരിക്കും, ചിലപ്പോൾ കൈയടിക്കും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ വിസിലടിക്കും, അങ്ങനെയൊക്കെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ആ സിനിമ വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, അവിടെ ആ ഗ്രൂപ്പ് കഴിഞ്ഞു. അങ്ങനത്തെ ഉള്ള ഗ്രൂപ്പുകളാണ് ടേർഷ്യറി ഗ്രൂപ്പുകൾ. ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഉള്ളിൽ ഭയങ്കര ലോയൽ ആയിട്ടുള്ള, ഫ്രണ്ട്ലിനെസ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും. ഉള്ളിൽ തന്നെ പാരയിക്കുന്ന, കുതുകാൽ വെട്ടുന്ന തരത്തിലുള്ള ഗ്രൂപ്പുകളാണ് ഈ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു ഫോർമലി ഓർഗനൈസ്ഡോ അല്ലാത്തതോ ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും. ചിലപ്പോൾ തന്നെ നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, പക്ഷെ തീരെ നിൽക്കാൻ പറ്റാത്ത ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷും അങ്ങനത്തെ ഗ്രൂപ്പുകളാണ് ഈ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് പെർമനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്. പെർമനൻ്റ് ഗ്രൂപ്പ് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യമേ ഓർമ്മ വരും ഫാമിലി പെർമനൻ്റ് ആണ്, അതിന് മാറ്റമൊന്നുമില്ല. സ്കൂളിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെയുള്ള ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് പെർമനൻറ്റ് ഗ്രൂപ്പാണ്. പിന്നെ ടെമ്പററി ഗ്രൂപ്പ്, നമ്മളൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ചുറ്റും കൂടി വരില്ലേ, അവരൊക്കെയാണ് ടെമ്പററി ഗ്രൂപ്പ്സ്. ഓപ്പൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മെമ്പർ ആവാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഓപ്പൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വന്നാലും എല്ലാവർക്കും മെമ്പർ ആവാം. ഇപ്പോൾ വായനശാലയിലൊക്കെ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ പൈസ കൊടുക്കുക, മെമ്പർഷിപ്പ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള അവിടെ റെസ്ട്രിക്ഷനൊന്നും ഇല്ലല്ലോ. വല്ലാത്ത പ്രശ്നക്കാരനൊന്നും അല്ലെങ്കിൽ നമുക്ക്, വല്ലാത്ത പ്രശ്നമൊന്നും അങ്ങനെ ലെവലിൽ പ്രശ്നക്കാരനാണ്, ഒരു സോഷ്യൽ ന്യൂസൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്കൊന്ന് ഒരു മെമ്പർഷിപ്പൊക്കെ തരാൻ മടിക്കുന്നു. അല്ലാത്ത വർഷം നമുക്ക് അവിടെയൊക്കെ എല്ലാവരും വെൽക്കമിങ് ആണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ. അടുത്ത് പറയുന്നതാണ് ക്ലോസ്ഡ് ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്ന ഇലിമിനാറ്റി എന്നൊക്കെ പറയുന്ന മാതിരി
ഭയങ്കര സീക്രട്ട് സൊസൈറ്റികളായിരിക്കും. അവിടെ ആരാ ഉള്ളത്, എന്താ നടക്കണമെന്നൊന്നും നമുക്കറിയില്ല. അവിടെ പുതിയൊരാളെ കയറ്റാൻ, ഇപ്പോൾ നമ്മൾ പറയില്ലേ ഈ ഡോണിൻ്റെ ഗ്യാങ്ങിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അവരുടെ അഗ്നിപരീക്ഷകളൊക്കെ ഇതാക്കണമെന്ന് സിനിമയിലൊക്കെ കാണിക്കില്ലേ, അതുമാതിരിയൊക്കെ. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഈ അഡോളസൻ ഗ്യാങ്ങിലൊക്കെ അവരൊരു സെറ്റ് ഉണ്ടായിരിക്കും. അഡോളസൻ പീരീഡ് ഒരു കുറച്ച് കുഴപ്പം പിടിച്ച ഏരിയ ആണല്ലോ. അവിടെ ഒരു സെറ്റ് ഉണ്ടായിരിക്കും. അതിനൊരു പുതിയൊരാളെ കൊണ്ടുവരുമ്പോൾ അവർ നല്ല നോക്കിയിട്ടാണ് ഒരാളെ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവർക്കും കയറി ജോയിൻ ചെയ്യാൻ പറ്റുന്നതല്ല ഈ ക്ലോസ്ഡ് ഗ്രൂപ്പ്. അടുത്തതാണ് ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന, ഇപ്പോൾ നമ്മുടെ NSS യൂണിറ്റ്, NCC അങ്ങനത്തെയൊക്കെ ഉള്ള സംഗതികളാണ് ഈ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്പോണ്ടേനിയസ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പെട്ടെന്ന് ഒരു പർപ്പസ് ഒന്നുമില്ല, എന്തായാലും വന്ന് നോക്കുക എന്നുള്ള ഇതിൽ വന്ന് പോണവർ, അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഫോം ചെയ്യുന്ന ഗ്രൂപ്പുകൾ. പിന്നെ ഫോർമൽ അറിയാലോ, നമ്മളൊരു യൂണിയൻ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ PTA മീറ്റിംഗ് നടത്തി അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, ഫോർമൽ ഗ്രൂപ്പുകൾ. ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമലിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ പോയി, അപ്പോൾ അവിടെ എല്ലാവരും ഒപ്പം ഇങ്ങനെ നടന്നു പോകുന്നവരൊക്കെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ആ സ്ഥലം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് വലിയ ഇതൊന്നും ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അടുത്ത് പറയുന്നതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താണെന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് പോകുന്നത്, ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തമ്മിൽ ഇൻട്രാക്ഷൻ, കോപ്പറേഷൻ, എങ്ങനെയൊക്കെയാണ് ആൾക്കാർ തമ്മിൽ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രൂപ്പ് ഡൈനാമിക്സിൽ ചോദിക്കണം. അതിലൊരു കാര്യം പറയുന്നത് ഞാൻ വായിക്കാം. ബേസ്ഡ് ഓൺ കർട്ട് ലെവിൻസ് ഫീൽഡ് തിയറി, ഗ്രൂപ്പ് ഡൈനാമിക്സ് എക്സാമിൻസ് ദ ഇന്റേണൽ നേച്ചർ, ഫോർമേഷൻ, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ ഗ്രൂപ്പ് ആസ് വെൽ ആസ് ദെയർ ഇമ്പാക്ട് ഓൺ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആൻഡ് അതർ ഗ്രൂപ്പ്സ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇന്റേണൽ നേച്ചർ, അതിൻ്റെ ഫോർമേഷൻ, സ്ട്രക്ചർ, ഫങ്ഷൻസ്, ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. മൊത്തത്തിൽ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഗ്രൂപ്പ് ഡൈനാമിക് ആയിട്ടുള്ള ഗ്രൂപ്പാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ സ്മൂത്താണ്, നല്ല ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്, നന്നായിട്ട് സ്ട്രക്ചർ നന്നായിരിക്കും, ഫങ്ഷൻസ് അതായത് ചെയ്യാൻ കൊടുത്ത പണിയൊക്കെ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഗ്രൂപ്പ് ഡൈനാമിക്സ് നല്ല രീതിയിലുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും. അടുത്ത് പറയുന്നതാണ് ഗ്രൂപ്പ് കൊഹിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഇങ്ങനെ ഒട്ടിയിരിക്കുക. അതായത് എത്രത്തോളം ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ഗ്രൂപ്പിലെ മെമ്പേഴ്സ്, ഇൻഡിവിജ്വൽസ് എത്രത്തോളം കണക്റ്റഡ് ആണ്, എത്രത്തോളം അടുപ്പുണ്ട് അവർ തമ്മിൽ, എത്രത്തോളം ബോണ്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രൂപ്പ് കൊഹിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് കൊഹിഷൻ നല്ല ഉണ്ടെങ്കിൽ അവർ തമ്മിലൊരു യൂണിറ്റി ഉണ്ടായിരിക്കും, ഒരു ടീം സ്പിരിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ളതാണ് ഈ ഗ്രൂപ്പ് കൊഹിഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് കൊഹിഷൻ എങ്ങനെയൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സൈസ്, ഭയങ്കര വലിയൊരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ, കുറേ ആൾക്കാരുള്ള ഗ്രൂപ്പാണെങ്കിൽ ഗ്രൂപ്പ് കൊഹിഷൻ കുറവായിരിക്കും, നമ്മളെല്ലാവരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അതേ നേരെ മറിച്ച് ചെറിയ ഗ്രൂപ്പാണെങ്കിൽ എല്ലാവരുമായിട്ടും, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊരു സ്കൂളിൽ 10-65 കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ 10-65 കുട്ടികൾ ഉള്ള ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 60 കുട്ടികൾ, ഇപ്പോൾ ഹയർ സെക്കൻഡറി ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ 60 വരും ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്ക് ഒരേമാതിരി ഇൻട്രാക്ഷനോ അങ്ങനെ ഒരു ബോണ്ടോ ഒന്നും ഉണ്ടായിക്കോണില്ല. നേരെ മറിച്ച് നമ്മൾ PGക്ക് എത്തുമ്പോൾ 12-15 പിള്ളേരുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പാണ്, അതിൻ്റെ ഉള്ളിൽ വേറെ ഗ്രൂപ്പ് ഉണ്ടാവൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ആ സൈസ് നമ്മുടെ ഗ്രൂപ്പ് കൊഹീഷനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതേമാതിരി ഇൻ്റർഡിപ്പെൻഡൻസ്, നമ്മൾ എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ടോ, അല്ല ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്യാം അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രൂപ്പ് കൊഹീഷൻ കുറവായിരിക്കും. പിന്നെ പേഴ്സണൽ ഫാക്ടേഴ്സ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗ്രൂപ്പ് കൊഹീഷനിൽ. തുറന്ന് സംസാരിക്കുക, നന്നായിട്ട് സംസാരിക്കുക, ഉദ്ദേശിക്കുന്ന കാര്യം അതേപോലെ കൺവേ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളൊക്കെ ഈ ഗ്രൂപ്പ് കൊഹീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. പിന്നെ ഗ്രൂപ്പ് കൊഹീഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞ മാതിരി തന്നെ നല്ലൊരു ടീം സ്പിരിറ്റ് ഉണ്ടാവും. അങ്ങനെ ടീം സ്പിരിറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കിട്ടും, നല്ലൊരു റിസൾട്ട് കിട്ടും. ഇടയിലുള്ള ഈഗോ ക്ലാഷുകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ മുന്നേക്ക് വെക്കുന്നതിനേക്കാൾ ഗ്രൂപ്പിനെ മൊത്തത്തിൽ ആസ് എ ഹോളിനെയാണ്, ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കാണുക. എൻ്റെ ഗ്രൂപ്പ് ജയിക്കണം, അല്ലാണ്ട് ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഞാൻ മുന്നിട്ട് നിൽക്കണം എന്നുള്ള ഒരിത് വരില്ല. ഒരു ടീം സ്പിരിറ്റാണ് മൊത്തത്തിൽ ഗ്രൂപ്പ് കൊഹീഷൻ ഉണ്ടെങ്കിൽ മുന്നിട്ട് നിൽക്കാം. അടുത്തത് ഗ്രൂപ്പ് കൊഹീഷനെ എഫക്റ്റ് ചെയ്യുന്ന ബാരിയേഴ്സ് എല്ലായിടത്തും ഉള്ള മാതിരി തന്നെ ഈ പേഴ്സണാലിറ്റി കോൺഫ്ലിക്ട്സ്, ഈഗോ
പ്രശ്നങ്ങളുണ്ടല്ലോ, ഞാനോ നീയോ വലുത് എന്നുള്ള ഈഗോ പ്രശ്നങ്ങൾ, പവർ സ്ട്രഗിളുകൾ, ഞാനാണ് വലുത് നീ ഒന്നും അല്ല എന്നുള്ള പവർ സ്ട്രഗിളുകൾ, ഡോമിനേഷൻ. പിന്നെ അതേമാതിരി തന്നെ ഡിസഗ്രിമെൻ്റ് ഓൺ ഗോൾസ്. ഇതന്നെ ഈഗോ ക്ലാഷ് ആണ് മെയിൻ പ്രശ്നം. എല്ലാതും അതിൻ്റെ അടിയിൽ വരുന്നതാണ്. ഈ കമ്മ്യൂണിക്കേഷൻ മിസ്കമ്മ്യൂണിക്കേഷൻ വരണതൊക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന രീതിയിൽ ഇരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈഗോ ക്ലാഷുകളാണ്, ആരാരെ വലുത് എന്നുള്ള ഈഗോ ക്ലാഷുകളൊക്കെയാണ്. പിന്നെ ഗ്രൂപ്പ് കൊഹീഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കൊണ്ടുവരാവുന്ന ടെക്നിക്സ്. ഒന്നാമത്തെ കാര്യം നല്ല കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇൻട്രാക്ഷൻ വർദ്ധിപ്പിക്കുക, ഓരോരുത്തർക്കുള്ള ഓരോ റോളുകൾ കൊടുക്കുക. അതപ്പോൾ ഒരാൾ ചെറുതോ വലുതോ ഒന്നുമില്ലാണ്ട് ഓരോരുത്തർക്കും ഗോളുകൾ കൊടുക്കുക. നമ്മുടെ ഗോൾ എന്താണെന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കുക, ഗ്രൂപ്പിൻ്റെ ഗോൾ എന്താണെന്നൊക്കെ ഉള്ളത്. പിന്നെ അതേമാതിരി ഒരു ഗ്രൂപ്പ് പ്രൈഡ് ഉണ്ടാക്കാൻ നോക്കുക. നമ്മുടെ ഇൻഡിവിജ്വൽ നീഡിനേക്കാൾ, നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ, സിനിമയിലാണെങ്കിൽ കുറച്ചും കൂടെ അതിനെ എൻഹാൻസ് ചെയ്ത് കാണിക്കും. ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ നമ്മളൊരു പ്ലെയർ അത് ഇങ്ങനെ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യാൻ ഒരാളുണ്ട് ഓൾറെഡി, ആ ഗോൾ പോസ്റ്റിൻ്റെ അവിടെ ഒരാളുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാളുടെ തന്നെ ഒരു ടീംമേറ്റ് ജസ്റ്റ് പാരലായിട്ട് ഓടി വന്നിട്ടുണ്ടാവും പാസ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ പാസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പാസ് ചെയ്ത് കൊടുത്താൽ അയാൾ ഗോൾ അടിക്കും. പക്ഷെ അയാളുടെ പേരിലാണ് ഗോൾ വരിക അല്ലേ. അപ്പോൾ അവർ തമ്മിൽ ഈഗോ ക്ലാഷ് ചെയ്യും. ഞാൻ ഈ ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഗോൾ അടിക്കും, അവനൊരു ഗോളിന് എണ്ണം കൂടും എന്നൊക്കെ വിചാരിച്ചാൽ ബോൾ പാസ് ചെയ്യില്ല. അപ്പോൾ എന്തായി, അവിടെ നഷ്ടം ഗ്രൂപ്പിനെ വരിക. അപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഞാൻ മുന്നിട്ട് നിൽക്കണം എന്നല്ലാണ്ട് നമ്മുടെ ടീം ജയിക്കണം എന്നുള്ള ആ ടീം സ്പിരിറ്റ് കൊണ്ടുവരാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ചക്ക് ഡേ എന്നുള്ള സിനിമ കാണുമ്പോൾ അതിൻ്റെ ഇൻ്റർവെൽ ടൈമിലാവുമ്പോഴാണ് ഈ ഗ്രൂപ്പിൽ എല്ലാവരും തമ്മിൽ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് കൊഹിഷനൊക്കെ വരുന്നത്. അതുവരെ അവർ തമ്മിലൊരു മാച്ച് കളിച്ചാൽ ജയിക്കില്ല. എത്ര സിമ്പിളായിട്ടുള്ള മാച്ച് ആണെങ്കിൽ പോലും ജയിക്കില്ല. ഒരാൾ ഇങ്ങോട്ട് ഓടി ഒരാൾ അങ്ങോട്ട് ഓടും. അങ്ങനെ ഒരു ടീം വർക്ക് ചെയ്യില്ല. രണ്ടുപേരും കൂടെ ഒരേ രീതിയിൽ പോകണം, പാരലായിട്ട് ഒപ്പം പോകണം, ഒരേ ദിശയിൽ ഒരേ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊഹിസീവ്നെസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത് പറയുന്നതാണ് ഗ്രൂപ്പ് മൊറൈൽ. ഗ്രൂപ്പ് മൊറൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിറ്റ് ഓഫ് ഗ്രൂപ്പാണ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഉള്ളിലെ കോൺഫിഡൻസും അതിൻ്റെ പർപ്പസ്, യൂസ്ഫുൾനെസ്, അതേമാതിരി ഗ്രൂപ്പിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ അതൊക്കെ കൊടുക്കുന്ന ഒരു സ്പിരിറ്റ് ഓഫ് ഗ്രൂപ്പ്. ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കില്ല, അതിനെയാണ് ഗ്രൂപ്പ് മൊറൽ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ കഥകളിലൊക്കെ പറയുന്ന ആ മോറലല്ല ഇത് പറയുന്നത്. നമ്മളിപ്പം ഗ്രൂപ്പിലെ ആൾക്കാരും തമ്മിൽ ഹൈ മൊറയിൽ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലെ ആൾക്കാർ തമ്മിൽ നല്ല ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. അവരുടെ ഗ്രൂപ്പിൻ്റെ ഗോളാണ് അവരുടെ മുന്നിലുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ തമ്മിൽ നല്ല സ്പിരിറ്റാവും, നല്ലൊരു ഇതുണ്ടായിരിക്കും. നമുക്ക് അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള നമുക്ക് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഒരേപോലെ ഒരു 4 ടീം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലർ നന്നായിട്ട് വർക്ക് ചെയ്യും. അത് അവരുടെ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു മൊറയിൽ നല്ല രീതിയിലായ കാരണമാണ്. അപ്പോൾ അങ്ങനെ ആ മൊറയിൽ നല്ല രീതിയിലുള്ള മൊറയിലാവുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും, നല്ല റിസൾട്ട് കിട്ടും, പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് മൊറയിൽ നമ്മുടെ ഗ്രൂപ്പ് കൊഹെസീവ്നെസ്സിനെയും കൂടെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അടുത്ത് പറയുന്നതാണ് സോഷ്യോമെട്രി. ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് സോഷ്യോമെട്രി നമ്മുടെ ജോയൽ മൊറീനിയോ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ് അത് ഡെവലപ്പ് ചെയ്തത്. സോഷ്യൽ റിലേഷൻഷിപ്പൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യോമെട്രി നടത്തുക. അപ്പോൾ കുറച്ചൊരു ക്വസ്റ്റനെയർ കൊടുക്കുകയും കുറച്ച് ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ തമ്മിൽ എങ്ങനെയൊക്കെയാണ് അവർ തമ്മിലുള്ള ബന്ധം, അവർ ബോണ്ട്, ഇൻട്രാക്ഷൻ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ സോഷ്യോമെട്രി ചെയ്യുക. അപ്പോൾ ആ കിട്ടിയ വിവരങ്ങൾ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സോഷ്യോഗ്രാം എന്ന് പറയും. ഇപ്പോൾ സ്റ്റാർ, ക്ലിക്ക്, ഐസൊലേറ്റ്സുകളൊക്കെ ഉണ്ട്. ഇതിലൊരു നമ്മൾ ടാസ്കും ചെയ്യുന്നുണ്ട് സൈക്കോളജിയിൽ തന്നെ. ഈ സോഷ്യോമെട്രി വെച്ചിട്ടൊരു ടാസ്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ പോയിട്ട് ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് കൊടുക്കും. നിങ്ങൾക്ക് ആരുടെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ആര് അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിൽ എല്ലാവരും ഉത്തരം കൊടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി സ്റ്റാർ ആയിരിക്കും, ക്ലാസ്സിലെ സ്റ്റാർ ആയിരിക്കും. എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്ലാസ്സിലെ സ്റ്റാർ ആയിരിക്കും. പിന്നെ അതേമാതിരി തന്നെ ചില ചോദ്യങ്ങൾക്ക് ചിലവർ പരസ്പരം ആൻസർ ചെയ്യും. ഒരാൾ മറ്റേ ആൾ എഴുതിയ മറ്റേ ആൾ ഇയാളെ തന്നെ തിരിച്ചെഴുതുക. അങ്ങനെയുള്ള 2-3 പേര് കൂടിയിട്ടുള്ള ആ ഒരു ഗ്യാങ്ങിനെ നമ്മൾ ക്ലിക്കുകൾ എന്ന് പറയും. ചിലവരെ ആരും പ്രിഫർ ചെയ്യില്ല, ആരും ഇത്തരത്തിൽ എഴുതാത്തവരാണ് ഐസൊലേറ്റ്സ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന ചിലവരുണ്ടായിരിക്കും ഐസൊലേറ്റ്സ്. ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ കിട്ടുന്ന സോഷ്യോമെട്രിയിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യോഗ്രാമിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ക്ലാസ് റൂം ഡൈനാമിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും.
ആരാണ് സ്റ്റാർ, ആരൊക്കെയാണ് ക്ലിക്ക്, ആരൊക്കെയാണ് ഐസൊലേറ്റ്സ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ് റൂമിലുള്ളൊരു സോഷ്യൽ മാൽ ഒക്കെ മനസ്സിലാക്കാനും അതിനുള്ള റെമഡീസൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ടീച്ചർക്ക് മനസ്സിലാക്കും. ഒരു കുട്ടി ഐസൊലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണം. ചില ക്ലിക്കുകൾ ക്ലാസ് റൂമിൽ ചിലപ്പോൾ ഡേഞ്ചറസ് ആവും. അവർ ആ ക്ലിക്ക് പൊളിക്കാനൊക്കെ അവർ കൂട്ടം കൂടിയ ആകെ പ്രശ്നമായിട്ടുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മാറ്റിയിരുത്താനുള്ള ചില ക്ലിക്കുകൾ നല്ലതായിരിക്കും. അപ്പോൾ അവരെ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്ത് വിടാൻ, അവരെ മാറ്റിയിട്ട് തന്നെ മറ്റുള്ളവർക്ക് അവരുടെ ആ നല്ല കാര്യങ്ങളൊക്കെ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഷ്യോഗ്രാം ഒക്കെ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ടീച്ചർക്ക് പല കാര്യങ്ങളും ക്ലാസ് റൂമിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗ്രൂപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കുക എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ ഗ്രൂപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പിന് ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഗ്രൂപ്പ് പോണത് എന്നുള്ളത്, അതിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയൊക്കെയാണ്, പിന്നെ ഗ്രൂപ്പ് മൊറയിലുണ്ട്, ടീം സ്പിരിറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള, ഗ്രൂപ്പ് കൊഹിഷൻ, ബോണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള, ഗ്രൂപ്പിലുള്ള ആൾക്കാർ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ്, പിന്നെ സോഷ്യോമെട്രി കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ട് ഈ ഗ്രൂപ്പ് ഡൈനാമിക്സിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നതാണ്. എന്നിട്ട് അതിന് നമ്മളൊരു ഫിഗർ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അത് സോഷ്യോഗ്രാമായി അതിന് നമുക്ക് സ്റ്റാർ, ക്ലിക്ക്, ഐസൊലേറ്റ്സുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് ലേണിംഗ് ഇൻ ഗ്രൂപ്പ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ മാറ്റുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കാനായിട്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുകൊടുക്കണം. പിന്നെ അവിടെ ഈഗോ ക്ലാഷ് ഇല്ലാതെ, പവർ ഡോമിനേഷനൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ കൃത്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ടീച്ചർ നടത്തണം. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് അവരുടെ ഓരോരുത്തരുടെയും റോളും ഫംഗ്ഷനും എന്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം അതൊക്കെ മനസ്സിലാക്കാനാണ് ഇങ്ങനൊരു ടോപ്പിക്ക് നമ്മുടെ സിലബസിലുള്ളത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റ് ചെയ്ത് ചോദിക്കുക. താങ്ക്